ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് പരിചിന്തനത്തിനായി തന്നിരിക്കുന്ന വചനം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മളുടെ നോട്ടീസിൽ നമുക്ക് അടിച്ചു തന്നത് എഫെസ്യസുകാർക്കുള്ള ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനമാണ്. അതിപ്രകാരമാണ്: ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുക. നമ്മൾ പലപ്പോഴും തിരുവചനങ്ങൾ വായിക്കുന്നവരാണ്. ഒരുപക്ഷെ എല്ലാ ദിവസവും വായിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വായിക്കുന്നവരാണ്. വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവരും പറയും അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണ്. ഒപ്പം നമുക്കറിയാം, വേദപുസ്തകത്തിൽ സ്നേഹിക്കുന്ന ദൈവത്തെ ധിക്കരിച്ച് എതിർത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ്റെ ചിത്രവുമുണ്ട്. അങ്ങനെ പോകുമ്പോഴും ദൈവം അവനെ കൈവിട്ട് കളയുന്നില്ല. ദൈവം അവൻ്റെ പിന്നാലെ തന്നെയുണ്ട്, അവനെ മാടി വിളിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ ഈ വിളി, ഈ സ്പർശനം മനസ്സിലാക്കുന്ന മനുഷ്യൻ തൻ്റെ തെറ്റുകളെപ്പറ്റി പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുമ്പോൾ അവനെ പഴയ നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് വാരി പുണരുന്ന ദൈവത്തിൻ്റെ ചിത്രം. ഇതാണ് വേദപുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇത് പലവിധ സംഭവങ്ങളിലൂടെയായിട്ട് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു കാണാൻ സാധിക്കും. ആദവും ഹവ്വായും ഏദൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചപ്പോഴാണല്ലോ അവർക്ക് തെറ്റുപറ്റി. ഏദൻ തോട്ടത്തിൽ അവരെ പുറത്താക്കി ദൈവം. പക്ഷെ ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്ത് നമ്മൾ കാണുന്നു. പിന്നീട് പഴയ നിയമം മുഴുവൻ ഈ രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ചരിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് സ്നേഹമായിട്ടാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലെ 3-4 അധ്യായങ്ങളിലെല്ലാം അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവം സ്നേഹമാകും. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ നൽകുകയും ചെയ്തു എന്നല്ല സ്നേഹം. നമ്മൾ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നു. ഈ പുത്രനെ നമുക്ക് തന്നത് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ 3:17 പറയും, അല്ലെ, ഈശോ പിതാവ് പുത്രനെ അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, രക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരണം, അതിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയും മനുഷ്യരായ നമുക്ക് ബലഹീനതകൾ വരുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ ദൈവം നമ്മളെ പുറന്തള്ളുകയല്ല, പിന്നെയോ തൻ്റെ പക്കലേക്ക് വീണ്ടും വീണ്ടും മാടി വിളിക്കുക ചെയ്യും. ഇവിടെയെല്ലാം നമുക്ക് പ്രകടമാകുന്നത് തമ്പുരാൻ്റെ ആ വലിയ കരുണയാണ്.
കരുണയുടെ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം സമാപിച്ചേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി. പോരെങ്കിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തെ എപ്പോഴും ചിത്രീകരിക്കുന്നത്, കർത്താവായ ഈശോയെ ചിത്രീകരിക്കുന്ന കരുണയായിട്ടാണ്. ദൈവം കരുണയാകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം എത്രമാത്രം കരുണ നമ്മളോട് വർഷിച്ചിട്ടുണ്ടോ നമുക്കറിയാം. നമുക്ക് എപ്പോഴൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, എപ്പോഴെല്ലാം നമ്മൾ അനുരഞ്ജനത്തിൻ്റെ കൂദാശ സ്വീകരിക്കാൻ അണഞ്ഞിട്ടുണ്ടോ, അപ്പോഴൊക്കെയും ദൈവം നമ്മളോട് കരുണ കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ കഴിഞ്ഞ നമ്മൾ മറ്റുള്ളവരോടും കരുണയോടുകൂടി വർത്തിക്കണം, ക്ഷമയോടുകൂടി പെരുമാറണം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസത്തിൽ ഈ കുർബാന മധ്യത്തിലുള്ള നമ്മുടെ ചിന്തയായിട്ട് തന്നതും അതാണ്. നമ്മളെ ക്രിസ്തു യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോടുകൂടി പെരുമാറാൻ കഴിയും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. യജമാനന്റെ പക്കൽ കണക്ക് തീർക്കുവാനായി വിളിക്കപ്പെടുന്ന 2 സേവകരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സേവകനെ വിളിച്ചു പറഞ്ഞു, നീ എനിക്ക് തരാനുള്ള കടമെല്ലാം വീട്ടിൽ തരണം. 10,000 താലന്ത അവൻ കൊടുക്കാനുണ്ടായിരുന്നു. 10,000 രൂപയെന്ന് വിചാരിച്ചു എളുപ്പത്തിന്. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ അത് വീട്ടിൽ തരാൻ നിവൃത്തിയില്ലല്ലോ. യജമാനൻ പറഞ്ഞു, നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നിന്റെ വസ്തുവകളെല്ലാം വിറ്റ് പെറുക്കി നീ എൻ്റെ കടം നീ വീട്ടണം. അവൻ സാഷ്ടാംഗം വീണ് യജമാൻ്റെ കാല് തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇളവ് തരണം. യജമാനൻ അവൻ്റെ കടങ്ങൾക്ക് ഇളവ് കൊടുത്തു. ഒന്നും അവനോട് വാദിച്ചില്ല. ഇങ്ങനെ ഇളവ് കിട്ടി പുറത്തേക്ക് ഇറങ്ങിയ അവൻ തൻ്റെ സഹസേവകരിൽ ഒരുവനെ കാണുകയാണ്. അവന് ഇവന് കടപ്പെട്ടവനായിരുന്നു. നമുക്ക് പറയാം 100 200 രൂപ. ആദ്യത്തവനോട് 10,000 രൂപ യജമാനെ ഇളവ് ചെയ്തപ്പോൾ ഇവന് കിട്ടാണ്ടുണ്ടായിരുന്ന ഒരു 100 രൂപ, ഒരു 200 രൂപ കൂട്ടിക്കും. അവനെ സഹസേവകന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കടമെല്ലാം വീട്ടണം. ആ സഹസേവകനും അവനോട് കേണപേക്ഷിച്ചു, കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, എന്നോട് ഇളവ് ചെയ്യണം. പക്ഷെ അവൻ തയ്യാറായില്ല. അവൻ മറ്റവനെ കാരാഗൃഹത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട മറ്റ് സേവകന്മാർ വിവരം ചെന്ന് യജമാനോട് പറഞ്ഞു. അപ്പോൾ യജമാനൻ പറഞ്ഞ വചനം നമുക്കറിയാം. ഞാൻ നിന്നോട് കരുണ കാണിച്ചുവെങ്കിൽ നീ നിന്റെ സഹസേവകനോടും കരുണ കാണിക്കേണ്ടതായിരുന്നു. പക്ഷെ നീ അത് കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇവനെ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുവിൻ, ഇവനെ തിന്മയുടെ പടുകുഴിയിലേക്ക് എറിയുവിൻ. അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെയാണ് കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത്. കരുണ തന്നെയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കരുണ കാണിക്കുന്നത് പോലെ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ജീവിതത്തിലെ പല അത്ഭുതങ്ങളും പല സൗഖ്യങ്ങളും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ കർത്താവ് എത്രയോ പ്രാവശ്യമാണ് ക്ഷമിക്കുന്നത്. മലയിലെ പ്രസംഗത്തിലെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 43-ാമത്തെ വചനം, അത് നമുക്ക് വളരെ പരിചിതമായൊരു വചനമാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിരിക്കും. സ്വർഗസ്വനായ പിതാവ് പിന്നീട് തുടർന്ന് പറയുകയാണ്, സ്വർഗസ്വനായ പിതാവാകട്ടെ എല്ലാവരുടെയും മേല സൂര്യനെ പ്രകാശിപ്പിക്കുന്നത്. നല്ലവനെന്നോ തിന്മ ചെയ്തനോ നോക്കിയിട്ടല്ല, ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ഒരുപോലെ മഴ പെയ്യിക്കുന്നതിനാ ദൈവം. ദൈവത്തിന് മുമ്പിൽ എല്ലാവരെയും തുല്യരായിട്ട് ദൈവം കാണുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ. അവിടുന്ന് ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ പെരുമാറണമെന്ന് ആ തിരുവചനം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കാനിരിക്കുക? ചുങ്കക്കാർ പോലും, പാപികൾ പോലും, ദുഷ്ടരായ മനുഷ്യർ പോലും, ദൈവചിന്തയില്ലാത്തവർ, ദൈവവിശ്വാസം ഇല്ലാത്തവർ അത് ചെയ്യുന്നില്ലേ? പിന്നെ ദൈവമക്കളാണ് നിങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ദൈവം ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ സ്നേഹിക്കുകയും
ഓരോരുത്തരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നെങ്കിൽ കർത്താവ് നമ്മളോട് പറയുക, നമ്മളും അതുപോലെ പെരുമാറാൻ കഴിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് അവസാനം കൂടി ചേർക്കുകയാണ്, നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവരോട് ക്ഷമിച്ചെങ്കിൽ നിങ്ങളും ക്ഷമിക്കണം. സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായം, ഈശോയും അപ്പോസ്തലന്മാരും ശിഷ്യരൊക്കെ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു ഈശോയോട് പറയുക, ഗുരു, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണം. ഉടനെ ഈശോ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന. നമുക്കറിയാം, നമ്മൾ ഉരുവിടുന്നതാണ്. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കർത്താവ് പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതാ കർത്താവ് പറഞ്ഞത്, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പം നമ്മൾ അറിഞ്ഞും അറിയാതെയും ബോധപൂർവവും അല്ലാതെയോ ഓരോ ദിവസവും ചെല്ലുന്ന പ്രാർത്ഥനയിൽ ഒരു വ്യവസ്ഥ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവ് നമ്മളോട് എപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഓർത്തേക്കുക. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ അറിയാം, കർത്താവ് വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവിടത്തേക്ക് വിശന്നു. അപ്പോൾ അവിടെ ഒരു അത്തിമരം നിൽക്കുന്നത് കണ്ടു. ആ അത്തിമരത്തിൽ പഴങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കർത്താവ് നോക്കി, അവിടെ പഴമൊന്നുമില്ല. അതിങ്ങനെ ഇല തിമർത്ത് ഇങ്ങനെ ചൂടി നിൽക്കുകയാണ്. കർത്താവ് അതിനെ ശപിച്ചു കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടുകൊണ്ട് അപ്പോസ്തലന്മാർ ചോദിച്ചു, കർത്താവ്, നീ ശപിച്ച ഈ അത്തിമരം ഉണങ്ങിപ്പോയല്ലോ. കർത്താവ് പറയുക, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറിപ്പോയി സമുദ്രത്തിൽ ചെന്ന് പതിക്കുവൻ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. എന്നിട്ട് കർത്താവ് ആവർത്തിക്കുകയാണ്, നിങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചവരോട്, നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണം നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിരോധവും ഒക്കെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃപ കിട്ടും, നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ സ്നേഹം തന്നെയായി ദൈവം നമ്മളെയും ആ സ്നേഹത്തിൽ പങ്കുചേരാനാണ് വിളിക്കുന്നത്. ആ പങ്കുചേരണമെങ്കിലോ നമ്മളും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും പങ്കുചേരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ദിവസത്തിന് ചിന്തയായിട്ട് നമുക്ക് പ്രത്യേകിച്ച് തന്നിരിക്കുന്ന അറിയാൻ സാധിക്കും. എത്ര വലിയ പാപികൾ തമ്പുരാന്റെ പക്കലേക്ക് വന്നാലും കർത്താവ് അവരോട് ക്ഷമിക്കുന്നുണ്ടല്ലോ. 2 ഉദാഹരണം നമുക്ക് എടുക്കാം. കരുണയുടെ വർഷത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ മിസറിക്കോർദിയ എത്ത് മീസര എന്ന് പറയുന്ന ഒരു ചെറിയ അപ്പസ്തോലിക പ്രബോധനം ഇറക്കിയുണ്ടായി. ആ അപ്പസ്തോലിക പ്രബോധനം തുടങ്ങുന്ന 2 സംഭവങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനങ്ങളാണ്. നമുക്കറിയാം എല്ലാവർക്കും, പാപിനിയായ സ്ത്രീയോട് ഈശോ ക്ഷമിക്കുന്ന രംഗമാണ്. വ്യഭിചാരത്തിൽ പിടിച്ച് ആ സ്ത്രീയെയും കൊണ്ട് ആളുകൾ ഈശോയുടെ പക്കൽ വരികയാണ്. അവളെ അവിടെ നിർത്തിക്കൊണ്ട് പറയുക, ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണ്. ഈശോ പറഞ്ഞു, കല്ലെറിയാം, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. പക്ഷെ അവർക്ക് ആർക്കും കല്ലെറിയാൻ പറ്റിയില്ല. നമുക്കറിയാം, എല്ലാവരും ഓരോരുത്തരായിട്ട് പിന്തിരിഞ്ഞു പോയി, തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കല്ലുകളൊക്കെ ഇട്ടിട്ട്. അവസാനം ആ സ്ത്രീയും കർത്താവായ ഈശോയും മാത്രമായി. ആ സ്ത്രീയുടെ മനസ്സിലെ വികാരം എന്തായിരിക്കണം? എന്നെ കല്ലെറിയുവാൻ യോഗ്യതയുള്ളവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എന്നോട് ക്ഷമിക്കുന്നെന്നോ എന്നെ ശിക്ഷിക്കുന്നെന്നോ അവൾ അങ്ങനെ ചിന്തിച്ചു കാണും. ഇവൻ എന്നെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, എന്നോട് കരുണ കാണിച്ചിരുന്നെങ്കിൽ അവൾ ആശിച്ചിട്ടുണ്ടാവും, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഈശോ എന്താ ചോദിച്ചത്? ഈശോ ചോദിച്ചു, സ്ത്രീയെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല ഗുരു, എന്നെ ആരും കല്ലെറിഞ്ഞില്ല. ഉടനെ ഈശോ എന്താ പറഞ്ഞത്? ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. അവളെ മനസ്സിലാക്കിയ, അവളെ സ്നേഹിച്ച, അവളായിരിക്കുന്ന അവസ്ഥയിൽ അവളെ ഉൾക്കൊണ്ട കർത്താവിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നു.
അവളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ആനന്ദം, ഇതുപോലൊരു സന്തോഷം അവൾ അനുഭവിച്ചിട്ടുണ്ടാകുമോ? ഒരിക്കലും ഇതിനു മുമ്പുണ്ടായിട്ടില്ല. സന്തോഷത്തോടെ അവൾ തിരിച്ചുപോയി. താനും ദൈവത്തിൻ്റെ മകളാണ്, താനും മറ്റുള്ളവരെ പോലെ സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളാണ് എന്ന ചിന്തയോടുകൂടിയാണ് അവൾ തിരിച്ചുപോയത്. പരിശുദ്ധപിതാവ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത പരിശുദ്ധപിതാവ് കൊണ്ടുവരുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്. ശമയോന്റെ വീട്ടില് വിരുന്നിന് ചെന്ന ഈശോ, ശമയോന്റെ വീട്ടിൽ ഈശോ വിരുന്നിനിരിക്കുമ്പോൾ അവിടെയും ഒരു സ്ത്രീ കടന്നു വരുന്നു. അവൾ കടന്നു വന്നു, കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ കാലുകൾ കണ്ണീരുകൊണ്ട് കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, തൈലം പൂശി ചുംബിക്കുകയാണ്. കർത്താവ് അവളുടെ പാപങ്ങളും ക്ഷമിച്ചു. ഇവൻ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവർ ചോദിച്ചു. ഈ തൈലമെല്ലാം വിറ്റ് അത് കിട്ടുന്ന പൈസ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? ദരിദ്രർ, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇവളാകട്ടെ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ട ഒരുക്കം നടത്തുകയായിരുന്നു. മാത്രമല്ല ഇവൾ ചെയ്ത ഈ പ്രവൃത്തി ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. കാരണം ഇവളുടെ നിരവധിയായ പാപങ്ങൾ ഇവളോട് ക്ഷമിച്ചു. കാരണം അവൾ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പക്കലേക്ക് വരുന്ന എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. അതാണല്ലോ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് കോപിക്കുന്നതിൽ വിമുഖനാണ്, ക്ഷമാശീലനാണ്, കരുണാമയനാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ്. അവിടുന്ന് കർത്താവിന് കോപിക്കാൻ കഴിയുകയില്ല. തൻ്റെ പക്കലേക്ക് വരികയും തൻ്റെ പക്കൽ വന്ന് നിലവിളിക്കുകയും ചെയ്യുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് കർത്താവായ ഈശോ. ഈശോ ആഗ്രഹിക്കുന്നു നമ്മൾ മനസ്സിൽ കരുണയുള്ളവരായിരിക്കണം, ക്ഷമിക്കുന്ന ഹൃദയമുള്ളവരാകണം. വിശുദ്ധയുടെ ജീവിതത്തിൽ പഠിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ നമ്മൾ പറയുന്നു, നമ്മുടെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തന്നെയും 1981 അക്ക അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹം ബോധരഹിതനായി ആ ആംബുലൻസിൽ വീണു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബോധം വീണ് കഴിഞ്ഞപ്പോഴേ അക്കായോട് ക്ഷമിച്ചു എന്ന് പറയുന്ന പരിശുദ്ധ പിതാവ്. സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ അക്ക താമസിച്ചിരുന്ന ജയിലിൽ പോയി അവനെ കാണുകയും അവനോട് ക്ഷമിച്ചു എന്ന് പറയുന്ന പരിശുദ്ധ പിതാവ്. 85-ലാണ് ലോകം മുഴുവനും വേണ്ടി പരിശുദ്ധ പിതാവ് അനുരഞ്ജനത്തിന്റെ കൂദാശയെപ്പറ്റി ഒരു ചാക്രിക ലേഖനം ഇറക്കിയത്. ആ ചാക്രിക ലേഖനം പ്രസിദ്ധപ്പെടുത്തുന്നതിൻ്റെ തലേ ദിവസമാണ് പരിശുദ്ധ പിതാവ് ജയിലിൽ പോയി അക്കയെ കണ്ട് ക്ഷമ കൊടുത്തത്. അത് ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്തയായിരുന്നു. TV ചാനലുകളും പത്രങ്ങളും എല്ലാം. പരിശുദ്ധ പിതാവ് വെറുതെ ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. പക്ഷെ പരിശുദ്ധ പിതാവിൻ്റെ ഈ പ്രവൃത്തിക്ക് ശേഷം അത് വന്നപ്പോൾ ലോകം മുഴുവൻ അത് ശ്രദ്ധിച്ചു. അനേകായിരങ്ങൾ അത് വായിക്കുകയുണ്ടായി. തന്നെ കൊല്ലാൻ ശ്രമിച്ചവനോട് ക്ഷമിക്കുന്ന പരിശുദ്ധ പിതാവിനെ നമ്മൾ കാണുകയും ചെയ്യുന്നു. നമ്മുടെ ഭാരതത്തിൽ തന്നെ ക്ഷമിച്ച ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മിഷണറി കുഷ്ഠരോഗികളുടെ ഇടയിൽ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും ചുട്ടുകരിച്ചു കൊന്ന് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനും ജീവിച്ചിരിക്കുന്നു. അവസാനം ആ കേസും വിചാരണകളൊക്കെ ആയി വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞ എന്താണ്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും എൻ്റെ മക്കളും നഷ്ടപ്പെട്ടു. എനിക്ക് അവരോട് യാതൊരു വിരോധവുമില്ല, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ക്ഷമിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ആ സ്വഭാവത്തിലേക്ക് നമുക്കും പങ്കുചേരാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിലെ 21-ാമത്തെ വചനം എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ഞാൻ ഇന്ന് രാവിലെ ശാലോം TV തുറന്നപ്പോൾ കന്നഡ ഭാഷയിൽ, എനിക്കിതിൻ്റെ കന്നഡ അറിയാം, കന്നഡ ഭാഷയിൽ ഒരു പ്രഭാഷണം നടക്കുക. സ്വല്പം നേരം ഞാനിങ്ങനെ മറ്റു കാര്യം ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇതും ചെയ്യാനിടയായി. അപ്പോൾ ആ കന്നഡ സുവിശേഷം ഒരു സഹോദരനാണ് ഇത് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ആരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവൻ? വിളിച്ചപേക്ഷിക്കുന്നവനല്ല. അപ്പൊ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ബലി അർപ്പിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടാകും, ഉപവസിക്കുന്നുണ്ടാവാം. പക്ഷെ അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട ഇതിനോട് കൂടി തന്നെ ചെയ്യേണ്ടത് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുക. കർത്താവിൻ്റെ ഹിതമാകട്ടെ മറ്റുള്ളവരോട് ക്ഷമിച്ച് പെരുമാറണമെന്നുള്ളതാണ്.
പ്രിയമുള്ളവരെ, ഒന്ന് വിലയിരുത്താൻ നമുക്ക് നമ്മുടെ മനസ്സിൽ നമുക്ക് ആരോടെങ്കിലും സ്ഥിരമായൊരു വിരോധമുണ്ടോ, ഒരു വിദ്വേഷമുണ്ടോ, വെറുപ്പുണ്ടോ? മാറ്റേണ്ടതാണ് നമ്മൾ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും നാളുകൾക്ക് മുമ്പ് കുടുംബജീവിതക്കാരോട് പറഞ്ഞു, കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ നിങ്ങൾ 3 കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. മാർപ്പാപ്പ ഇങ്ങനെ ഇടയ്ക്ക് പറയും 3 കാര്യം 10 കാര്യം നിങ്ങൾ കിട്ടുന്നുണ്ട്. 3 കാര്യം പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. എന്നാ പരിശുദ്ധ പിതാവ് പറഞ്ഞ 3 കാര്യം? കൊച്ചു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒന്നുമല്ല. പക്ഷെ ചെറിയ കാര്യങ്ങളാണല്ലോ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബജീവിതത്തെയും ഒക്കെ സന്തോഷകരമാക്കി തീർക്കുന്നത്. എന്നാ മാർപ്പാപ്പ പറഞ്ഞേ, ഒരു കാര്യം പറഞ്ഞത്, പരസ്പരം ആലോചിച്ച് വേണം കാര്യം ചെയ്യാനായിട്ട്. വീട്ടിൽ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ വീട്ടിലെ അപ്പച്ചന് ഒരു പശുവിനെ വിൽക്കാനുള്ള അധികാരമുണ്ട്. ഈ ഒരു സംശയവും വേണ്ട. ഒരു കടമുണ്ട്, കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനുണ്ടെങ്കിൽ അപ്പച്ചന് വേണമെങ്കിൽ ഞാൻ വിൽക്കാം. അല്ലെങ്കിൽ വേനൽക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും പുല്ലില്ല, വൈക്കോലില്ല, അതിനെ വിറ്റച്ച് വർഷകാലം ആകുമ്പോൾ ഒരെണ്ണം വാങ്ങാന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ മിക്കവാറും ആ പശുവിന് പുല്ല് വെട്ടി കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ വീട്ടിലെ അമ്മച്ചിയായിരിക്കും, ഭാര്യയായിരിക്കും. അപ്പോൾ ആ ഭാര്യയോടും കൂടെ നമുക്കിത് ഞങ്ങൾ വിറ്റാലോ, മക്കളോടും കൂടി ചോദിക്കുക, ഇതങ്ങ് വിൽക്കട്ടെ, നമുക്ക് പിന്നെ വാങ്ങിയാലോ, ഇപ്പം കടമൊക്കെ ഒന്ന് വീട്ടാലോ. അതാ പരിശുദ്ധ പിതാവ് പറയുന്നത്. ഒരാലോചന നല്ലതാണ് കുടുംബത്തിൽ. ഇത് കുടുംബജീവിതക്കാർക്ക് മാത്രമല്ല, സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, സിസ്റ്റേഴ്സും നല്ലതാണ്. ആലോചിക്കുക. മദറിന് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷെ മദർ എല്ലാവരോടും ചോദിക്കുക, നമുക്ക് ഇങ്ങനെയങ്ങ് ചെയ്താലോ? ആരും എതിര് പറയില്ല. ഞാൻ പിതാവാണ്, പിതാവ് എന്ന നിലയിൽ എനിക്കും ചെയ്യാം. പക്ഷെ ഞാൻ പറയും, എന്നോട് ആരെങ്കിലും ചോദിക്കുക ചില പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ പറയും, ഞാനൊന്ന് കൂരിയായാലും ആലോചിച്ചോട്ടെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എനിക്ക് പറയാൻ പാടില്ലായിട്ടല്ല, ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും മറ്റുള്ളവർ വിചാരിക്കും എന്നാലും പിതാവ് ഞങ്ങളോടൊന്ന് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നും. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. പരിശുദ്ധ പിതാവ് പറയുക, ആലോചിച്ചിട്ട് പറയുക. എല്ലാവരും ചെയ്യേണ്ട കാര്യം അതാണ്, ആലോചിച്ച് പറയും. രണ്ടാമത് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ക്ഷമിക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കാൻ കഴിയണം. പരിശുദ്ധ പിതാവ് പറയുകയാണ്, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ക്ഷമ ചോദിക്കണം. ഭർത്താവ് അരിച്ചപ്പെട്ടു, ഭയങ്കരമായിട്ട് എന്തൊക്കെ പറഞ്ഞു, ഭാര്യയ്ക്ക് വിഷമമായി, പ്രയാസമായി. സ്നേഹമുള്ളൊരു ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? കിടക്കാൻ 2 പേരും മുറി കയറിയിരിക്കുമ്പോൾ 2 പേരും മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങുകയല്ല ചെയ്യേണ്ടത്. എടി, ഞാനിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി, പെട്ടെന്നൊരു അരിശം വന്നപ്പോൾ പറഞ്ഞതാ, നിനക്ക് പ്രയാസമായി അല്ലേ, എന്നോട് ക്ഷമിക്കണം. അതാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവിനെ വിഷമിപ്പിക്കുമാറ് ഭാര്യ ചില വാക്കുകൾ പറഞ്ഞു, സമൂഹത്തിൽ ഒരു സിസ്റ്റർ വേറെ സിസ്റ്ററിനോട് വിഷമിപ്പിച്ച് പറഞ്ഞു, ഒരു വൈദികൻ പറഞ്ഞു, ഒരു മെത്രാൻ പറഞ്ഞു, നമ്മൾ ക്ഷമ ചോദിക്കണം. യാതൊരു മടിയും വിചാരിക്കരുത്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയുകയാണ്. ഞാൻ എന്നെ പൊക്കച്ചാൻ കാട്ടാൻ വേണ്ടി പറയല്ല. ഞാൻ തലശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളിപ്പോൾ ഒരിടവേൽ ഒരു പ്രശ്നങ്ങളുണ്ടായി. 2 ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എത്ര പരിഹരിക്കാൻ നോക്കിയിട്ടും പരിഹരിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ അങ്ങനെയാണല്ലോ ചില ഇടവയിൽ. അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ കമ്മീഷൻ വെച്ചു, പഠിച്ചു, പരിഹാര നിർദ്ദേശം കൊടുക്കുമ്പോഴൊക്കെ അവരെന്തെങ്കിലും കുറിച്ചു. ഒരു ദിവസം ഞാൻ എവിടെയോ പോകാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് കുറേ ആളുകൾ അവിടെ നിൽക്കുക. അതിരാവിലെയാണ്. എനിക്ക് പെട്ടെന്ന് കോപം വന്നു, ഭയങ്കരമായി. ഞാൻ സാധാരണ കോപിക്കുന്ന മനുഷ്യനല്ല, പക്ഷെ ഇവരെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര കോപം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ വന്ന് രാവിലെ വന്ന് ഇവിടെ നിൽക്കാനായിട്ട്. ഞാൻ ഇറങ്ങി പോകാമെന്ന് ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, പിതാവ് ഞങ്ങൾക്ക് പിതാവിനോട് ഒരു വാക്ക്. ഞാൻ പറഞ്ഞു, ഒരു വാക്ക് പോലും പറയണ്ട, പൊക്കോളാൻ പറഞ്ഞു. അല്ല, ഞങ്ങളിവിടെ കാത്തിരിക്കാം പിതാവ്. ഞാൻ കാത്തിരിക്കേണ്ട, എനിക്ക് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ല കറപ്പിച്ചാണ് പറഞ്ഞു, നല്ല തറപ്പിച്ച അരിശപ്പെട്ടാണ് പറഞ്ഞു കേട്ടെ. ഞാൻ വണ്ടിയെ കയറി പോവുകയും ചെയ്തു. മിടുക്കനായിട്ട് വണ്ടിയെ കയറി പോയി. പക്ഷെ വണ്ടിയെ കയറി ഇരുന്നപ്പോൾ തുടങ്ങി എനിക്ക് വിഷമമായി. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ അവരോട് അങ്ങനെ കോപിക്കാൻ പാടില്ലായിരുന്നു. അവരെ ഒരു ആവശ്യം പറഞ്ഞ് എൻ്റെ പക്കൽ വരുന്നതല്ലേ. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറയാൻ തുടങ്ങി, നീ കോപിച്ചോട്ട് ശരിയായില്ല, നീ ചെയ്ത് തെറ്റായിപ്പോയി. ആ ദിവസം മുഴുവൻ എനിക്ക് ആകെ വിഷമമായിരുന്നു. വൈകുന്നേരം വന്നു, ഈ ചേട്ടൻ്റെ നമ്പറോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പേരെനിക്കറിയാം. ഞാൻ ഏതായാലും അവിടുത്തെ വികാരിച്ചിനെ വിളിച്ച് ഞാൻ അയാളുടെ നമ്പർ വാങ്ങി, ഫോൺ നമ്പർ വാങ്ങി ഞാൻ അയാളെ വിളിച്ചു. അയാൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞാൻ രാവിലെ വന്നപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സമനില തെറ്റിപ്പോയി. ഞാൻ നിങ്ങളോട് വഴക്ക് പറഞ്ഞു, ഞാനത് പറയാൻ പാടില്ലാത്തതാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അയാളൊരു റിട്ടയേർഡ് ടീച്ചറാണ്. അയാൾ പറഞ്ഞു, അയ്യോ പിതാവ് ഞങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഞങ്ങളാരാണ്, ഞങ്ങൾ അതിരാവിലെ വരരുതായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ കുഴപ്പമില്ല, ഞാൻ ഏതായാലും തെറ്റാ ചെയ്തത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അപ്പോഴാണ് സമാധാനമായത്. ഞാൻ ഇപ്പോൾ അവരെ കണ്ടാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ക്ഷമ ചോദിച്ചില്ലെങ്കിലോ എൻ്റെ മനസ്സ് എന്നെ കുറ്റപ്പെടുത്തും. മാത്രമല്ല അവരും വിചാരിക്കും, ഈ പിതാവ് എന്താ ഇങ്ങനെ പറഞ്ഞത്. പ്രിയമുള്ളവർ, പരിശുദ്ധ പിതാവ് പറയുകയാണ്, നിങ്ങൾ ക്ഷമ ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കണം.
കൊച്ചു കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ ക്ഷമയോടുകൂടി വർത്തിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം മൂന്നാമതായിട്ട് പരിശുദ്ധപിതാവ് പറഞ്ഞത് നന്ദി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം. നമ്മൾക്കങ്ങനെ ശീലമില്ല. വിശുദ്ധ ദിവസം ഞങ്ങൾക്കൊരു സിസ്റ്ററുണ്ട് തലശ്ശേരിയിൽ. പുള്ളിക്കാരത്തി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ താങ്ക് യു സിസ്റ്റർ എന്ന് പറയും. പിതാവ് എന്തിനാ നന്ദി പറഞ്ഞു? പിതാവ് എന്നെ ചെയ്താലും നന്ദി പറയുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ നന്ദി പറഞ്ഞു ഞാൻ ചിരിക്കുകയും കൂടെ ചെയ്യും. കാരണം ഇതിങ്ങനെ ശീലിച്ചിരിക്കുന്നത്. നമ്മൾ നന്ദി പറയാൻ പഠിക്കണം. ഞാൻ ഇന്ന് വരുന്ന വഴിയെ എനിക്ക് കുണ്ടുതോട്ടിലൊരു വീട്ടിൽ പോകണമായിരുന്നു. നമ്മുടെ ഇടവക്കാരൻ തന്നെ, മരുതോങ്കരക്കാരനാണ്, ഒരു വീട്ടുകാരൻ. എനിക്ക് വഴി അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനൊരു കൊച്ചിന് 2-3 പിള്ളേർ നിൽക്കുന്നിടത്ത് കവലയെ നിർത്തി ചോദിച്ചാടാ ഇന്ന സ്ഥലത്തേക്ക് പോകണം, വഴി ഏതാ? അപ്പോൾ അവരൊരു കൊച്ചു പറഞ്ഞു എൻ്റെ വീടിനടുത്ത് അവരൊരു വീട്ടുകാരൻ. ഞാൻ പറഞ്ഞു കയറിക്കോ, നീ വണ്ടിയെ കയറി. അപ്പോൾ ഞാൻ വണ്ടിയെ കൊണ്ടുവന്നു. അവൻ സ്വല്പം മുമ്പ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. താങ്ക് യു മോനെ. അപ്പോൾ എന്നോട് വെൽക്കം എന്ന് പറഞ്ഞു. ഇപ്പോൾ പിള്ളേരൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ്. അവൻ പറഞ്ഞു വെൽക്കം. നമ്മൾ നന്ദി പറയണം. പരിശുദ്ധപിതാവ് പറയാണ് ഒരു ദിവസം കൊണ്ടാകുന്ന തെറ്റിനെ പറ്റി നമ്മൾ മാപ്പ് ചോദിക്കണം. എന്താ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ ലേഖനം അത് തന്നെയാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി ഓർക്കാം ഇന്നത്തെ ലേഖനത്തിൻ്റെ വചനം. എഫെസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനം വീട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ തിരുവചനം നമ്മൾ വായിച്ചു. ഇവിടെ പറയാണ് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോട് പെരുമാറുവിൻ. ദൈവം നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നമ്മളോട് ക്ഷമ കാണിച്ചു. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് സ്വന്തം പുത്രനെ തന്നത്. അവൻ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല നമ്മുടെ ഭാരങ്ങൾ കൂടി ഏറ്റെടുത്തു എന്നാണല്ലോ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാപങ്ങളും നമ്മുടെ ഭാരങ്ങളും ഏറ്റെടുത്ത് അവിടുന്ന് ക്രൂശിതനായി അവിടെ കിടന്നുകൊണ്ട് നമ്മളോട് ക്ഷമിച്ചെങ്കിൽ ഈ ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് തരണമേ എന്ന് കർത്താവിനോട് പറയാം. ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് കിട്ടുന്നത്. ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നത്. ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന പലപ്പോഴും നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പും വിരോധവും ഒക്കെയാണ്. ക്ഷമിക്കുമ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരും. ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് പറന്നു ഉയരാൻ സാധിക്കുന്നത്. അത് ഓർത്തേക്കണം. ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് ദൈവസന്നിധിയിലേക്ക് പറന്നു ഉയരാൻ പറ്റുന്നത്. നല്ല പാറി പറക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ബന്ധനങ്ങളെല്ലാം പോയി കഴിയുമ്പോഴാണ്. കർത്താവായ യേശുവേ ക്ഷമിക്കുന്ന ഒരു ഹൃദയം തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം വിശുദ്ധത പഠിപ്പിച്ചു. മരിയ കൊരേത്തിയുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾക്കറിയാം. അലക്സാണ്ടറിനോട് ക്ഷമിക്കുന്ന മരിയ കൊരേത്തി. എത്രയോ വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവർ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി അപേക്ഷിക്കാം, മാധ്യസ്ഥം തേടാം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്മ നേരുന്നു. ദൈവാനുഗ്രഹം അപേക്ഷിക്കാം.